رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين ആദരണീയരായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളുടെ ഈ സംഗമത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങൾ സ്പർശിക്കുന്ന വിഷയങ്ങളാണ് ചർച്ചകളായി നടക്കുന്നത്. ലോകത്ത് അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഓരോരോ മതവിഭാഗത്തിൻ്റേതായി അറിയപ്പെടുന്ന വേറെയും കുറേ ഗ്രന്ഥങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം ഒട്ടനവധി സവിശേഷതകളാൽ വ്യതിരക്തമായി നിൽക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തറിയപ്പെടുന്ന മതഗ്രന്ഥങ്ങൾ, ഓരോരോ മതവിഭാഗത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ ഗ്രന്ഥങ്ങൾ പൂർണ്ണമായും ദൈവികമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത വിധം മനുഷ്യകരങ്ങൾ ഇടപെട്ട ഗ്രന്ഥങ്ങളാണ് എന്ന് കാണാവുന്നതാണ്. ലോകത്ത് ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ ദൈവീകം, പൂർണ്ണമായും ദൈവീകം എന്ന് പറയാൻ പറ്റുന്ന ഗ്രന്ഥം ലോകത്ത് ഒന്നേയുള്ളൂ. അത് വിശുദ്ധ ഖുർആനാണ്. ദൈവിക ഗ്രന്ഥം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ ലോകത്ത് അറിയപ്പെടുന്ന മതങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി താരതമ്യം ചെയ്ത് നോക്കുക. മതഗ്രന്ഥങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് പുണ്യഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ്. എല്ലാം പുണ്യഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു പുണ്യഗ്രന്ഥമല്ല. ഇവിടെ അറിയപ്പെടുന്ന പുണ്യഗ്രന്ഥങ്ങൾ ക്രൈസ്തവരുടെ വേദഗ്രന്ഥമായ ബൈബിൾ, ഇഞ്ചിലിൻ്റെ സ്ഥാനത്ത് കിട്ടുന്ന ബൈബിൾ, തോറയുടെ സ്ഥാനത്ത് കിട്ടുന്ന ബൈബിളിൻ്റെ പഴയ നിയമങ്ങളോ അല്ലെങ്കിൽ തെൽമുദിൻ്റെ ഭാഗങ്ങളോ ആയി നിൽക്കുന്നത്, ഇതൊക്കെ പുണ്യഗ്രന്ഥങ്ങളാണ്. ഹൈന്ദവരുടെ പുരാണങ്ങൾ, അത് ശ്രുതികൾ, അതൊക്കെ പുണ്യഗ്രന്ഥങ്ങളാണ്. സിഖ് മതക്കാരുടെ ഗുരു ഗ്രന്ഥ സാഹിബ് അതൊരു ഒരു പുണ്യഗ്രന്ഥമാണ്. ഇങ്ങനെ ഒരുപാട് പുണ്യഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലല്ല വിശുദ്ധ ഖുർആനുള്ളത്. ആ പുണ്യഗ്രന്ഥങ്ങളെന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളോടൊക്കെ അതിൻ്റെ അനുയായികൾക്കുള്ള സമീപനം അത് ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതും വളരെയേറെ ഭവ്യതയോടുകൂടി മാത്രം നോക്കിക്കാണുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിട്ടാണ്. അതിനുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി, ആ ആദരവും ബഹുമാനവും നിലനിർത്തുക എന്നതല്ലാതെ അതിലെ സൂക്തങ്ങൾക്കോ ആശയങ്ങൾക്കോ വരികൾക്കോ അതിൻ്റെ അനുയായികളുടെ ജീവിതവുമായി പ്രസക്തമായ ബന്ധങ്ങളൊന്നും ഉണ്ടാകാറില്ല. അവരത് പാരായണം ചെയ്യുന്നത്, ഓതുന്നത് വലിയ ഭയഭക്തിയോടു കൂടിയാണ്. അതിനെ സ്പർശിക്കുന്നത് വലിയ ഭയഭക്തിയോടു കൂടിയാണ്. അതിനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലെ ആശയങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അതാണ് പുണ്യഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവയുടെയൊക്കെ പൊതു സ്വഭാവം. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യത്യസ്തമാണ്. ഈ അർത്ഥത്തിൽ ഒരു പുണ്യഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ഖുർആൻ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും അതിലെ സൂക്തങ്ങളും അധ്യായങ്ങളും അതിലെ ആശയങ്ങളുമൊക്കെ നിത്യേന എന്നോണം മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലല്ല, കഴിഞ്ഞ കാലത്തുമല്ല, ഇനിയുള്ള കാലങ്ങളിലും ഇപ്പോഴുള്ള കാലത്തും ഭാവിയിലുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന
ആശയങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് പാരായണം ചെയ്ത് ഭവ്യതയോടുകൂടി നോക്കിക്കാണുന്ന, തൊട്ടാൽ കണ്ണു പൊട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സാധനമല്ല. ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ ഒന്നുമില്ല. ഇപ്പം ഹൈന്ദവരെ സംബന്ധിച്ച് അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവർ തീരുമാനിക്കുന്നത് അവരുടെ ഗ്രന്ഥങ്ങൾ എന്തു പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല. ക്രൈസ്തവരും അങ്ങനെയല്ല, സിഖ് മതക്കാരും അങ്ങനെയല്ല. സിഖ് മതക്കാർ വളരെ ആദരപൂർവം തല കുനിക്കുന്നതും പൂജിക്കുന്നതും ഗുരു ഗ്രന്ഥ സാഹിബിനെയാണ്. അവരുടെ ഗ്രന്ഥത്തെയാണ് അവർ പൂജിക്കുന്നത്, അതിനെയാണ് അവർ വണങ്ങുന്നത്. ആ രീതിയിലേക്ക് ആദരവ് വെച്ചു പുലർത്തുന്ന ഗ്രന്ഥങ്ങളായി മാത്രം മാറുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ തീർച്ചയായിട്ടും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ, ആധുനിക ലോകത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ, ഏറ്റവും പുതിയതായൊരു പ്രശ്നം അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ആധുനികമായ ശാസ്ത്രരംഗത്തുള്ള വിഷയങ്ങളാകാം, അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാകാം, ധാർമ്മിക ജീവിതവുമായി ബന്ധപ്പെട്ടതാകാം, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടതാകാം, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാകാം. അങ്ങനെ ജീവിത തലങ്ങളിൽ ഏതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും നൂതനമായ പുതിയൊരു പ്രശ്നം മുസ്ലിം സമൂഹത്തിന് മുമ്പിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഏറ്റവും ആദ്യം പരിശോധിക്കുക, ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പരിശോധിക്കുക, 14 നൂറ്റാണ്ട് മുമ്പ് അവതരിച്ച് കിട്ടിയ ഒരു ഗ്രന്ഥത്തിൻ്റെ താളുകളും പേജുകളുമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും ഈ നിമിഷവും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഖുർആൻ ആ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ആദ്യത്തെ തീരുമാനമുണ്ടാക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനം, അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനം നബിവചനങ്ങൾക്കും നൽകി. രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഖുർആനും ഹദീസും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇതിനർത്ഥം ഏറ്റവും പുതിയ പ്രശ്നവും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക പണ്ഡിതന്മാർ പരിശോധിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥത്തെയാണ് എന്നർത്ഥം. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് വിശുദ്ധ ഖുർആൻ മാത്രമേയുള്ളൂ. അന്യൂനമായ ഒരു ഗ്രന്ഥമാണത്, അന്യൂനമാണ് ആ ഗ്രന്ഥം. ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. ലാ റൈബ ഫീഹി, സംശയമേതുമില്ലാത്തൊരു ഗ്രന്ഥം. ഹുദല്ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമെന്നാണ്. ശരിയായ ഹിദായത്ത് നൽകുന്ന ഗ്രന്ഥം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടുകൂടി ജീവിത രംഗങ്ങളാകെ ക്രമീകരിക്കണമെന്നും അതാകെ എല്ലാ മേഖലകളും ജീവിതത്തിൻ്റെ ഉള്ളും പുറവും ഒക്കെ ഒരുപോലെ വിമലീകരിക്കണമെന്നും സംശുദ്ധമാക്കണമെന്നും ആഗ്രഹിക്കുന്ന ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് ഏത് കാലത്തും ഒരേപോലെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ്, സംശയമേതുമില്ലാത്തൊരു ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യത്തെ വരികളിൽ തന്നെ പറയുന്നു. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമേ ഉള്ളൂ ലോകത്ത്, അത് വിശുദ്ധ ഖുർആനാണ്. ലോകത്തൊരു ഗ്രന്ഥവും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. ഇവിടെ അറിയപ്പെടുന്ന മതഗ്രന്ഥങ്ങളൊന്നും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. സംശയമേതുമില്ലാത്തൊരു ഗ്രന്ഥമാണ്, ഏത് കാലത്തും മനുഷ്യന് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് എന്നാരും അവകാശപ്പെട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും അതില്ല. മറിച്ച് ഖുർആൻ അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത് സംശയമേതുമില്ലാത്ത ഒരു ഗ്രന്ഥമെന്നാണ്. അങ്ങനെ ഒരു ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളാണ് എക്കാലത്തും പ്രസക്തമാവുകയുള്ളൂ, ഏത് കാലത്തും നിലനിൽക്കുക. അങ്ങനെയുള്ളൊരാശയമാണ്. നിങ്ങൾ നോക്കുക, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് 7-ാം നൂറ്റാണ്ട്, 14 നൂറ്റാണ്ടുകൾക്ക് 1400 വർഷങ്ങൾക്ക് അപ്പുറമാണ്. അന്ന് അദ്ദേഹം ജീവിച്ച മക്കയും മദീനയും ആ കാലഘട്ടത്തിൻ്റെ പരിമിതികളൊക്കെ വിലയിരുത്തിക്കൊണ്ട്, ആ പരിമിതികളൊക്കെ അംഗീകരിച്ചുകൊണ്ടൊന്ന് ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ഇടുങ്ങിയ ഒരു ലോകമായിരിക്കും അത്. ഇന്നുള്ള ശാസ്ത്ര സാങ്കേതിക മികവുകളൊന്നുമില്ലാത്ത, വൈജ്ഞാനിക വിസ്ഫോടനങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത വളരെ പരിമിതമായൊരു ലോകത്ത് ജീവിച്ചിരുന്ന ഒരാൾ, ആ ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ മേച്ച് നടന്നിരുന്ന, കൃത്യമായ ഒരു സാമൂഹിക വ്യവസ്ഥ നിലവിലില്ലാത്ത, ഗോത്രഭരണം മാത്രം പരിചയമുള്ള, സാംസ്കാരിക നിയമങ്ങൾ പരിചയമില്ലാത്ത, സ്വന്തമായി വീട്ടിലൊതുങ്ങി താമസിച്ച് പഠിച്ചിട്ട് പോലുമില്ലാത്ത നാടോടികളായ
ഒരു ജനവിഭാഗത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഗ്രന്ഥത്തിൻ്റെ വാക്യങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് പറയുന്നത് ലാ റൈബ ഫീഹി, ഒരു കാലത്തും സംശയമുണ്ടാവാത്ത ഇല്ലാത്ത ഒരു ഗ്രന്ഥമിതാ, എക്കാലത്തേക്കും മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമിതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം ഓതിക്കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അതൊരബദ്ധമാകാൻ സാധ്യതയുണ്ട്. കാരണം കാലം പിന്നീടും, ലോകം മാറി വരും, സാമൂഹിക സാഹചര്യങ്ങൾ വ്യത്യസ്തമായി വരും. അങ്ങനെയൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വളരെ പരിമിതമായ സൗകര്യങ്ങളും വൈജ്ഞാനിക സാധ്യതകളുമുള്ള ഒരു ലോകത്ത് നിന്ന് പറഞ്ഞ വിവരങ്ങൾ എക്കാലത്തേക്കും പ്രസക്തമാവുകയില്ല എന്നത് സ്വാഭാവികമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അവകാശപ്പെടുന്നത് ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, മുന്നിലോ പിന്നിലോ ഒരബദ്ധങ്ങളും വരാത്ത, ഒരബദ്ധങ്ങളും സംഭവിക്കാത്ത ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗ്രന്ഥമാണ് നമ്മളുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആൻ. നോക്കൂ, നമ്മളിപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഖുർആൻ പഠിതാക്കളാണ്, ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. ഏതാണ് ആ ഗ്രന്ഥം? ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിലെ വിജ്ഞാനത്തെപ്പറ്റി ചർച്ച ചെയ്യാനല്ല, ആധുനികമെന്ന് പറയുന്ന ഏതെങ്കിലും വിജ്ഞാന ശാഖയിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ സംബന്ധിച്ച് അവലോകനം ചെയ്യാനല്ല നമ്മൾ കൂടിയിരിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ്. അതാണ് ഖുർആനിക ആശയങ്ങളുടെ പ്രസക്തി. ഖുർആൻ ധാർമ്മിക മുതകളുടെ കാര്യത്തിൽ, വിശ്വാസ കാര്യങ്ങളുടെ കാര്യത്തിൽ, മറ്റനേകം ജീവിത മേഖലകളിൽ വരുന്ന നിയമാവലികളെ സംബന്ധിച്ച് പരാമർശിച്ച കാര്യങ്ങൾ ഏറ്റവും പുതിയതും ഇന്നും കൊണ്ടു നടക്കാൻ കഴിയുന്നതും ഭാവിയിലും മനുഷ്യൻ നിലനിർത്തി പോകാൻ കഴിയുന്നതുമായ വിധത്തിലുള്ള നിയമങ്ങളാണ് ഖുർആൻ നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ലോകത്തൊരു ഗ്രന്ഥത്തിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ, മതഗ്രന്ഥങ്ങൾക്കോ മതേതര ഗ്രന്ഥങ്ങൾക്കോ ഇത് അവകാശപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നോക്കുക, ഖുർആൻ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുക. ഖുർആൻ സമർപ്പിക്കുന്ന വിശ്വാസം, ഒന്നാമതായിട്ട് പറയുന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസ കാര്യങ്ങളാണ്. അതേ പ്രാധാന്യത്തോടു കൂടി ഖുർആൻ ഏറ്റവും അധികം പരാമർശിക്കുന്ന കാര്യം മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ്. വിശ്വാസ കാര്യങ്ങളിൽ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, രണ്ടാമത്തത് അതിൻ്റെ സ്വാഭാവിക താല്പര്യം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെടുന്ന മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഈ രണ്ട് വിശ്വാസങ്ങളും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലും പഠിപ്പിക്കപ്പെട്ടതാണ്. ഇക്കാലം അത്രയും പഠിപ്പിക്കപ്പെട്ടതാണ്. ഇനിയുള്ള കാലങ്ങളിലും അത് തന്നെയാണ് പഠിപ്പിക്കപ്പെടാനുള്ള സംഗതി. ഇതൊരു ഒരു ആനുകാലിക വിഷയമല്ല എന്ന് ആർക്കും തോന്നേണ്ടതില്ല. തീർത്തും ആനുകാലികം, വർത്തമാനകാല പ്രസക്തിയുള്ള വിഷയമാണിത്. അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തെ സംബന്ധിച്ച വിശ്വാസവും ഇന്നും മനുഷ്യനെ നേർരേഖയിൽ നടത്താൻ, നേർവഴിക്ക് നടത്താൻ, അവനിൽ സദാചാര മൂല്യങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ, അവൻ്റെ കുടുംബജീവിതം ശരിയായ അടിത്തറയിൽ നിലനിർത്താൻ, അവൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ അന്യൂനമാക്കാനും സംസ്കൃതമാക്കാനും, അങ്ങനെ എല്ലാ ജീവിത മേഖലകളിലും, രാഷ്ട്രീയ രംഗങ്ങളിൽ, സാമൂഹിക മേഖലകളിൽ, അങ്ങനെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ ശരിയായ ജീവിതം നയിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും പ്രാപ്തനാക്കുന്നതും യഥാർത്ഥത്തിലുള്ള ഈ ഒരു വിശ്വാസത്തിൻ്റെ ഊന്നൽ തന്നെയാണ് എന്ന് ലോകത്തുള്ള മനുഷ്യരെ വിലയിരുത്തിയാൽ നമ്മൾക്ക് ബോധ്യമാവും. നമ്മൾ ആലോചിച്ച് നോക്കുക, ജീവിത രംഗത്ത് ഒരുപാട് ആളുകൾ ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുന്നുണ്ട്. മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, മോഷണം നടത്താത്ത, സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാത്ത, അനാവശ്യമായ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്താത്ത, അധാർമിക പ്രവണതകളിൽ മാറി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആളുകളൊക്കെ ഇത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധവുമാണ്. ആ ഒരു ധാർമ്മിക നിയമം ഖുർആൻ പറയുന്നത്, ഈ ഒരു വിശ്വാസത്തെ പറ്റി സംസാരിക്കുന്നത് അന്ന് എത്രത്തോളം പ്രസക്തമായിരുന്നോ അത് ഇന്നും അതേപോലെ പ്രസക്തമാണ്. അതുള്ള ആളുകൾക്ക് ഐഹിക ജീവിതത്തിൽ മെച്ചമുണ്ടാകും, പാരത്രിക ജീവിതത്തിൽ രക്ഷയുണ്ടാകും എന്ന ആശയം ഖുർആൻ വെക്കുന്നു.
ഖുർആൻ വെക്കുന്ന മറ്റു നിയമങ്ങൾ നോക്കുക നിങ്ങൾ. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട മേഖലകളാണതൊക്കെ. ഖുർആൻ പറയുന്ന ഉദാഹരണമായിട്ട് ഈ വൈവാഹിക മേഖലയിൽ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട തരങ്ങളിൽ വൈവാഹിക മേഖല, ആരെയൊക്കെ വിവാഹം കഴിക്കണം, ആരെയൊക്കെ വിവാഹം കഴിച്ചുകൂടാ. ഇവിടുത്തെ മതങ്ങൾക്ക് ആ വിഷയത്തിൽ കൃത്യമായ നിയമങ്ങളില്ല. കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണുള്ളത്. ഒരേ മതത്തിൽ വിവിധ ഏരിയകളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ രീതികളിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഹിന്ദു വിഭാഗത്തിനിടയിൽ ഇവിടെ നടക്കുന്നത് പോലെ അല്ല, കേരളത്തിലേതുപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ ആ വിഷയത്തിൽ നിയമങ്ങളുള്ളത്. അതിനവർക്ക് പ്രാദേശികമായ കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങൾ, സമ്പ്രദായങ്ങളൊക്കെയാണ് അതിൻ്റെ അവലംബങ്ങൾ. ഓരോ മതത്തിനും അങ്ങനെയാണ്. അതിൽ കൊള്ളാവുന്നതും തള്ളാവുന്നതും ഒക്കെ ഉണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആരെയൊക്കെ വേൾക്കാം, ആരെയൊക്കെ വേട്ടുകൂടാ കൃത്യമായിട്ട് പറയുന്നു. ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും, നിങ്ങളുടെ മാതാക്കളെ നിങ്ങൾക്ക് വേട്ടുകൂടാ, കല്യാണം കഴിച്ചുകൂടാ. നിങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ചുകൂടാ, സഹോദരിമാരെ കല്യാണം കഴിച്ചുകൂടാ. അങ്ങനെ അങ്ങനെ എണ്ണി എണ്ണി ഒരേ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ പാടില്ലാത്ത ആളുകളെ കൃത്യമായിട്ട് സംശയമില്ലാത്ത വിധത്തിൽ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു തരുന്നു. ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പ്രസക്തമല്ല ഈ കാലത്ത്. അത് മുഹമ്മദ് ജീവിച്ച കാലഘട്ടത്തിൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞതാണ്. മാതാവിനെ വേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇന്ന് പ്രസക്തമല്ല, കാലം മാറിയിരിക്കുന്നു. ഉമ്മാനെ കല്യാണം കഴിക്കാൻ അനുവാദം വേണമെന്ന് വിവേകവും ബുദ്ധിയുമുള്ള ഒരു കുട്ടിയും പറയാറില്ല. പെൺമക്കളെ കല്യാണം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് വിവേകമുള്ള ആരും അവകാശപ്പെടാറില്ല. എന്ന് പറഞ്ഞാൽ എന്താണോ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഈ വിഷയത്തിൽ നൽകിയ മാർഗദർശനം, ആ മാർഗദർശനം കൂടുതൽ പ്രസക്തമാണ് എന്ന് ബോധ്യമാവുകയാണ് വർത്തമാനകാലത്തെ ഒരുപാട് സംഭവങ്ങൾ. നമ്മൾക്ക് മാതാക്കളുമായിട്ടുള്ള മക്കളുടെ ബന്ധത്തിൻ്റെ തലങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരി സഹോദരന്മാരുടെ ബന്ധങ്ങളുടെ ധാർമ്മികത നഷ്ടപ്പെടുകയും അതിൻ്റെ അലകും പിടിയൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതര സ്ത്രീകളോട് വർദ്ധിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചുള്ള ധാരണകളിലൊക്കെ മാറി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പറഞ്ഞതാണ് അതിൽ ശരി എന്ന് ബോധ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത് സൂചിപ്പിക്കുന്നത്. ഏറ്റവും അന്യൂനമായ ഈ ഗ്രന്ഥം അതിൻ്റെ എല്ലാ മേഖലകളിലും എന്ന പോലെ അത് മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന ധാർമ്മിക നിയമങ്ങളുടെയും മുറകളുടെയും ഒക്കെ കാര്യത്തിൽ ഇത് കാണാവുന്നതാണ്. ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം, ഭക്ഷണം എന്തും കഴിക്കാം ആളുകൾക്ക്, ഒരു നിയമവുമില്ല ലോകത്ത്. ഒരു വിഷയത്തിലും ഒരു നിയമങ്ങളില്ല, ആർക്കും എന്തും കഴിക്കാം. അത് സ്വന്തം ശരീരത്തിന് ഹാനികരമല്ല, തനിക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകുമെന്ന് തോന്നുന്ന ഒരാൾക്ക് അത് ഒഴിവാക്കാം എന്നല്ലാതെ ഇന്നത് കഴിക്കാം ഇന്നത് കഴിച്ചുകൂടാ എന്നൊരു നിയമമില്ല. ഇവിടെ ആളുകൾ എന്തും കഴിക്കുന്നു, അവനവന് പറ്റിയ രൂപത്തിലൊക്കെ അത് പാകപ്പെടുത്തിയെടുക്കുന്നു. എന്നാൽ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ നിയമം ഇന്നും പ്രസക്തമാണ് എന്നല്ല, അതാണ് പ്രസക്തമായിട്ടുള്ളത്. ഇന്നതൊക്കെ കഴിച്ചുകൂടാ, ആഹരിച്ചുകൂടാ, ശവം തിന്നുകൂടാ, പന്നിമാംസം കഴിച്ചുകൂടാ, മദ്യപിച്ചുകൂടാ എന്നതൊക്കെ ഖുർആനിക നിയമങ്ങളാണ്. ലോകത്ത് മദ്യപിക്കാൻ പാടില്ല, മദ്യം നിഷിദ്ധമാണ്, അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമേ ലോകത്തുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. വേറെ ഒരു മതഗ്രന്ഥത്തിലും അത് നിഷിദ്ധമാണെന്ന് പറയുന്നില്ല, ഒരു മതേതര ഗ്രന്ഥവും അത് നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. അത് പറയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പറഞ്ഞ ആ കൽപ്പന തീരെ അപ്രായോഗികമാണ്. ഈ കാലഘട്ടത്തിൽ അനുയോജ്യമല്ല. മദ്യം നിഷിദ്ധമാക്കിയത് വളരെ മോശമായിപ്പോയി. ശവം തിന്നരുത് എന്ന് പറഞ്ഞത് മോശമായിപ്പോയി. ഒരുപാട് പോഷകങ്ങൾ ലഭിക്കുന്ന ബൃഹത്തായ ആഹാരത്തിൻ്റെ മേഖല ഖുർആൻ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് വിവേകമുള്ള ആളുകൾ പറയാറില്ല. ഇതിന് കാരണം ദൈവികമാണ് ഈ നിയമങ്ങൾ എന്നതാണ്. ഈ ദൈവിക നിയമങ്ങൾ ഒരു അന്യൂനമായ ഗ്രന്ഥത്തിലൂടെ കാലാധിപത്യത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ, കാലത്തെ ഒക്കെ മറികടന്നുകൊണ്ട് തന്നെ, എല്ലാ വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ഇന്നും പ്രസക്തമായി ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഖുർആൻ പറയുന്നത് ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഒരു സംശയമില്ലാത്ത ഗ്രന്ഥം, ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്
ഒരു സംശയമില്ലാത്തത് ഈ വാക്യം നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇത് തെളിയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ഈ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയും ഈ വിശ്വാസങ്ങൾ കൃത്യമായ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ, നല്ല ഫലങ്ങൾ ലോകമറിയും, അനുഭവിക്കും. നമ്മൾ ആ രംഗത്ത് കാണിക്കുന്ന വീഴ്ചകൾ നമ്മൾക്ക് മാത്രമല്ല നഷ്ടമാകുന്നത്, ലോകത്തിന് മൊത്തത്തിനും ഖുർആനിക ആശയങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്ന കനത്ത നഷ്ടം വരുത്തി വെക്കുന്ന ഒരവസ്ഥ കൂടി അതിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിതാക്കളായ, ഖുർആൻ്റെ പ്രബോധകരും അതിൻ്റെ അതേ പ്രവർത്തകരുമായി നിൽക്കുന്ന നമ്മൾ ഖുർആനിക ആശയങ്ങൾ ഒരു മനസ്സിലൊരു പ്രയാസവും അനുഭവപ്പെടാതെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകർഷത തോന്നാതെ തീർത്തും അഭിമാനബോധത്തോടു കൂടി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരം വേദികളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട പ്രചോദനം അതാണ്. അഭിമാനബോധത്തോടു കൂടി ഖുർആനിക നിയമങ്ങൾ, ആശയങ്ങൾ, അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അങ്ങനെ ഒന്നേ ഉള്ളൂ, അത് ഖുർആനാണ് എന്ന ബോധത്തിൽ ജീവിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. സർവശക്തനായ അള്ളാഹു നമ്മൾക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.